നമസ്കാരം. ഫീഡ്ഫാഷൻ കോട്ട കലോത്സവം മലപ്പുറം ജില്ലാ റവന്യൂ കലോത്സവം ഏറെ വൈകിയും രണ്ടാം ദിവസമായ രാജ്യാങ്കണത്തിൽ പുരോഗമിക്കുകയാണ്. വിവിധ വേദികളിൽ സമ്പന്നമാക്കിയാണ് മത്സരാർത്ഥികൾ നിറഞ്ഞ് ആടുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾക്കൊപ്പം മാപ്പിളപ്പാട്ട് HSC വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു മിടുക്കിയുണ്ട്. നമുക്കറിയാം, നേരത്തെ വിവിധ റിയാലിറ്റി ഷോകളിലെല്ലാം തരംഗമായി മാറിയ കുട്ടിയാണ്, മിടുക്കിയാണ്. മലബാർ വിഷൻ എന്ന ചാനലിൽ വർഷങ്ങൾക്ക് മുമ്പ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയതിനു ശേഷമാണ് മറ്റു ഇതര ചാനലുകളിലും തന്റെ കഴിവ് തെളിയിച്ച് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത്. നമുക്ക് എന്തായാലും പരിചയപ്പെടാൻ ഒന്നുകൂടി പ്രേക്ഷകർക്ക് മുന്നിൽ ഈ മിടുക്കിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇനി മത്സരാർത്ഥിയുടെ മറ്റു വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്താണ് പേര്? ഏത് സ്കൂളാണ് പഠിക്കുന്നത്? AKMHSലെ +1 വിദ്യാർത്ഥി. എങ്ങനെയുണ്ടായിരുന്നു മാപ്പിളപ്പാട്ടിലെ മത്സരം? വലിയ ടഫ് മത്സരമായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 20 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടൈറ്റ് മത്സരം തന്നെയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ജഡ്ജസിനെ പറഞ്ഞു ചെയ്ത് എല്ലാവരും നന്നായി പാടി, എല്ലാവർക്കും എഗ്രീഡ്. അത്യാവശ്യം നല്ല സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എത്ര പേര് മത്സരിച്ചിരുന്നു? 20 ആൾക്കാർ. 17 ഉപജില്ലകളിൽ നിന്നും 20 പേരാണ് മത്സരാർത്ഥികളായിട്ട് എത്തിയിരിക്കുന്നത്. 3 പേർ അപ്പീലായിരിക്കാം. നല്ല ടഫ് മത്സരമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ആ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ ആ പാട്ട് കുറച്ചു നേരം കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും വിശേഷങ്ങളിലേക്ക് കടക്കാം. തരുളാറ്റ തിരുമലരെ ഇരുദൂതരികിണക്കണേ ജഗം താരമേ നിലകതിരുളിയാ കുവൈനീടിൻ കനിസുതേ ജിഗം പാറും ദീനിലതതിയതിന ജഗം തോറും ശുക്രുതേ ശുക്രുത മതത്തിലൊരു മന്ദഹാസ മലരല്ലേ മുല്ല തിരുനൂറല്ലേ അമൃത ഗുഹരമിറ തന്നിലോഷയത്തിനുള്ളിലുള്ള നിധി കാട്ടില്ലേ തങ്ങളെ മനത് തിങ്കളെ സുമുഖി ത്വാഹിറത്തശകി പേരല്ലേ തുങ്കലായ നിധി മംഗലത്തിൻ കൊതി പങ്കിടാനും വിധി പോലല്ലേ റുഖിയ ഉമ്മു കുൽസുവിനായി സൈനബ് ഫാത്തിമത്തും അവരായി ഗുരുമലരിതളുടെ ഹസൻ ഹുസൈൻ അവരുടെ മുതുമതം അവർ നിധിയായി കരിമുകിലൂടെ മുകളുതിപ്പെടും ഒരു മതിയുടെ ബദറിഷലാ. എങ്ങനെയാണ് ഒന്നാം സ്ഥാനം കിട്ടാതിരിക്കുന്നത് നമ്മൾ പോലും അതിശയിച്ചു പോകുന്നു. പിന്നെ ഈ പാട്ടുകൾ ആരാണ് ഇത്തിരി കഴിവുള്ള ഈ കഴിവ് നേടിക്കൊടുത്ത ആളുടെ പരിശീലകർ ആരാണ് ചോദിച്ചാൽ ആരാണ് മനോഹരമായ വരികൾ നമുക്ക് പറഞ്ഞു തരുന്നത്? എത്ര വർഷമായി അദ്ദേഹത്തിന് കൂടെ പരിശീലനം നടത്തുന്നു? ഈ പാട്ട് രചിച്ചിട്ടുള്ളത് ബദ്രുദ്ദീൻ പാറന്നൂരാണ്. പിന്നെ ഇതിന്റെ സംഗീതം ഫായിസ് ഹംസയാണ്. അപ്പോ അവരൊക്കെ നന്നായിട്ട് എനിക്ക് പാട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റി. അവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ എനിക്ക് ഇത് അവതരിപ്പിക്കാനും പറ്റി. നല്ല സന്തോഷം. എനിക്ക് എന്റെ ഉപ്പ, ഉമ്മ, പിന്നെ വീട്ടില് ഇക്ക, പിന്നെ ഒരു അനിയത്തിയാണ് ഉള്ളത്. പിന്നെ ഉമ്മയുണ്ട്. ഉപ്പയും ഉമ്മയും ടീച്ചേഴ്സ് ആണ്. പിന്നെ ഇക്ക മാരേജ് കഴിഞ്ഞു. ഇക്ക ആർക്കിടെക്ട് ആണ്. പിന്നെ അനിയത്തി ഇപ്പൊ എന്റെ സ്കൂളിൽ തന്നെ 6th പഠിക്കുന്നു. ഉപ്പ മുഹമ്മദ് അലി, ഉമ്മ സബീദ, രണ്ടുപേരും ടീച്ചേഴ്സ് ആണ്. പിന്നെ എന്റെ വീട് കരയക്കാടാണ്. കുറ്റപ്പള്ളിയിലത്ത് പൂമുത്ത് ചേരും നീ ജന്നാത്തിൽ ത്വാവിന്ദമത്ത് ചേലുറ്റ മംഗലത്തിൽ തോഴികൾ ചൊല്ലുന്നു മർഹബഗീതികൾ. എന്തായാലും ഒപ്പനയിലും മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് വിശ്വാസത്തിലാണല്ലേ? കഴിഞ്ഞ നമ്മുടെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ടഫ് മത്സരമായിരുന്നു ഒപ്പന? ഉപജില്ല അത്യാവശ്യം നല്ല മത്സരം തന്നെയായിരുന്നു. അതുപോലെ മലപ്പുറം സബ് ജില്ലന്റെ മത്സരമാണല്ലോ, അപ്പൊ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു ഗാനം വേറെ എന്തായാലും കേട്ടിട്ട് കുറെ പാട്ടുകളൊക്കെ പാടിയിട്ടില്ലല്ലേ? മനോഹരമായ ഒരു സിനിമാ ഗാനത്തിന്റെ പാട്ടുകൾ കൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, എന്തായാലും അക്ഷയുടെ നല്ലൊരു മനോഹരമായ ഒരു ഗാനത്തോടു കൂടി പ്രോഗ്രാം അവസാനിക്കുകയാണ്. പാട്ട് കേൾക്കാം. അമ്പിളിക്കണയ്ക്കുള്ളില് ചോര കണ്ണുയത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കണയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന്
നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താര കൊടുത്തുള്ളൊരാ ചേലുക്കും വെറ്റില ചെല്ലത്തിലോ.